കൂട്ടുകാരെ, നമുക്കൊന്നൊരു പിടി പിടിച്ചാലോ? തക്കാളിച്ചോറും നല്ല ഉണക്കമുളകും ചെറിയുള്ളിയൊക്കെ കൂട്ടിയുള്ള ചമ്മന്തിയും ഒരു ഓംപ്ലേറ്റും. അപ്പം എങ്ങനെ കഴിക്കുക? അടിപൊളി ടേസ്റ്റാണ്. സിമ്പിൾ പരിപാടി. വായോ വീഡിയോയിലേക്ക് പോകാം. ഒരു ചട്ടിയിൽ ഏത് എണ്ണയായാലും ഇട്ട കടുക്, കടലപ്പരിപ്പ്, ഉഴുന്നും പരിപ്പ്, കറിവേപ്പില, ഉണക്കമുളക്, 1 കപ്പ് ചെറിയുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില, ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യുക. നന്നായി ചെറുതായി ഒന്ന് വാടിക്കഴിയുമ്പോൾ അതിലോട്ട് തക്കാളി ചേർത്ത് കൊടുക്കുക. 1 കപ്പ് ചെറിയുള്ളിക്ക് ഒരു 4 തക്കാളി, 4 അല്ലെങ്കിൽ 5 തക്കാളി. അതിലോട്ട് ഉപ്പ് ചേർത്ത് കൊടുത്ത് നന്നായി വാടിക്കഴിയുമ്പോൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ നമുക്ക് പെരുംജീരകത്തിൻ്റെ പൊടി കൂടി ചേർത്ത് നന്നായി ഇളക്കി നല്ലതായിട്ട് മാഷായി കഴിഞ്ഞാൽ നമുക്കതിലോട്ട് ഒരു 3 കരണ്ടി ചോറും കൂടിയിട്ട് നന്നായി ഇളക്കി കൊടുക്കാം. അടിപൊളി ടേസ്റ്റിൽ നമ്മുടെ തക്കാളി ചോറ് തയ്യാറായിക്കൊണ്ടിരിക്കണം മക്കളെ. ഇനി ഒരു 5 മിനിറ്റ് ചെറിയ തീയിൽ ആവട്ടെ. ചോറിലൊക്കെ നല്ല ഉപ്പും പുളിയൊക്കെ പിടിക്കട്ടെ. അത് കഴിഞ്ഞ ശേഷം നമുക്ക് കുറച്ച് മലയിലിട്ട് വെറുതെ ഒന്ന് ഇളക്കി അവിടെ വയ്ക്കാം. അടുത്തത് നമുക്ക് ചമ്മന്തി ഉണ്ടാക്കാം. സ്പെഷ്യൽ ചമ്മന്തി. ഒരു 10 ചെറിയുള്ളി, ഒരു 5 വെളുത്തുള്ളി. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് ചെറിയ പീസ് പുളിയും കറിവേപ്പില, എരിവിനാവശ്യമുള്ള നല്ല എരിവുണ്ടായിക്കോട്ടെ. ഞാനൊരു 6 ഉണക്കമുളക് ഇട്ട് നന്നായി വാട്ടി ഒരു പാത്രത്തിലോട്ട് മാറ്റി വെച്ച് നമ്മുടെ ഇടിക്കല്ലുണ്ടല്ലോ അതിൽ കുത്തി ഇതോ ചതച്ചെടുത്ത നമ്മുടെ ചെറിയുള്ളിയും ഉണക്കമുളക് ചമ്മന്തി റെഡി. ഇനി നമുക്ക് സിമ്പിളായിട്ട് ഓംപ്ലേറ്റ് ഉണ്ടാക്കാം. കുറച്ച് ഉപ്പ് ചേർത്ത് അട്ടിക്കുക. ഇതോ നേരത്തെ ചമ്മന്തി ഉണ്ടാക്കി അതേ പാത്രത്തിൽ വെച്ച് ചുറ്റിക്കുക. അത്രേ ഉള്ളൂ, നമ്മുടെ മുട്ടയും റെഡി. അപ്പം നമ്മുടെ തക്കാളിച്ചോറിൻ്റെ കൂടെ ഉണക്കമുളകും ചെറിയുള്ളിയും കൂട്ടിയ ചമ്മന്തിയും പിന്നെ നമ്മുടെ ഓംപ്ലേറ്റും. ആഹാ ഓഹോ. അപ്പം നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്തിട്ടേ ആവൂ, കാരണം അത്രയ്ക്കും ടേസ്റ്റാണ്. മസ്റ്റ് ട്രൈ. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരാം കേട്ടോ.